അഞ്ചാം സെമസ്റ്റർ റിസൾട്ട് വരാനിരിക്കെ പല വിദ്യാർത്ഥികളും പല ആവർത്തി ചോദിക്കുന്ന ഒരു സംശയമാണ്, അഞ്ചാം സെമസ്റ്റർ പരീക്ഷയിൽ തോറ്റു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്ന്. ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് അഞ്ചാം സെമസ്റ്റർ പരീക്ഷകളുടെ റിസൾട്ട് വരുമ്പോൾ ഏതെങ്കിലും പേപ്പറിന് സപ്ലിമെൻ്ററി അഥവാ തോറ്റിട്ടുണ്ടെങ്കിൽ, സ്റ്റാറ്റസ് ഫെയിൽ എന്നാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എഴുതാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജൂനിയേഴ്സിനൊപ്പമാണ്. അതായത് മിനിമം ഒരു കൊല്ലം പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി പുതിയ ഒന്നാം സെമസ്റ്റർ, നമ്മുടെ 4 വർഷ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഒന്നാം സെമസ്റ്റർ റിസൾട്ട് വന്നു. അവർക്ക് 45 ദിവസത്തിനുള്ളിൽ സപ്ലിമെൻ്ററി എക്സാം ഉണ്ടാകുമെന്ന് കേൾക്കുന്നു. ആ കാര്യം 4 ഇയറിന് മാത്രമല്ല 3 ഇയർ സ്റ്റുഡൻസിനും ബാധകമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരമായിരിക്കും. സപ്ലിമെൻ്ററി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ എഴുതി 3 വർഷ ഡിഗ്രി പ്രോഗ്രാം ആ 3 വർഷത്തിനുള്ളിൽ തന്നെ എഴുതി ജയിക്കാവുന്ന കാര്യമാണ്. ഈ പറഞ്ഞ 45 ദിവസത്തിനുള്ളിൽ സപ്ലിമെൻ്ററി എക്സാമുകൾ 3 ഇയർ കോഴ്സിന് ബാധകമല്ല എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ജൂനിയേഴ്സിനൊപ്പം എഴുതേണ്ടതായിട്ട് വരും. പിന്നെ എല്ലാവരും പറയുന്നൊരു കാര്യമാണ്, നന്നായി പഠിച്ചതാണ്, നന്നായി എഴുതിയതാണ്, പക്ഷെ മാർക്ക് കിട്ടിയില്ല, തോറ്റുപോയി, ഇനി എന്തു ചെയ്യുമെന്ന്. അങ്ങനെയുള്ളവർക്ക് ചില പോംവഴികളുണ്ട്. അത് വേണമെങ്കിൽ ട്രൈ ചെയ്യാവുന്ന കാര്യമാണ്. റീവാലുവേഷൻ, സ്ക്രൂട്ടിനി, ദെൻ പേപ്പറിൻ്റെ കോപ്പി, ഇവ 3നും അപ്ലൈ ചെയ്യാം. ഇങ്ങനെ കൊടുത്തതുകൊണ്ട് മാർക്ക് കൂടുമെന്ന് ഉറപ്പൊന്നുമില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കൊടുക്കാവുന്ന ഒരു പ്രൊവിഷനാണ്. ചിലപ്പോൾ ബിരിയാണി വിളമ്പിയാലോ കൊടുക്കുന്നുണ്ടെങ്കിലോ അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. ചിലർക്കൊക്കെ ഇത് ഉപകാരപ്രദമാവാറുണ്ട്, ചിലർക്ക് നേരെ ഉൾട്ടിയാവാറുണ്ട്, പൈസ പോയി എന്ന് പറയാറുമുണ്ട് കമൻറ്റ് ബോക്സിൽ. അത് നിങ്ങളുടെ ഉചിതമായ രീതിയിൽ കാര്യങ്ങളെടുത്ത് മുന്നോട്ട് പോവുക. പിന്നെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സ്റ്റുഡൻറ്റ് ലോഗിൻ ചെയ്യുക. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മോഡറേഷനൊന്നുമില്ല, പക്ഷേ ജനറൽ മോഡറേഷൻ വഴി സ്റ്റാറ്റസ് ഫെയിലാണ്, പിന്നീട് സ്റ്റുഡൻറ്റ് ലോഗിൻ വഴി നോക്കുമ്പോൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് അഥവാ പാസ്സായിട്ടുണ്ടെങ്കിൽ സന്തോഷമായിരിക്കും. പക്ഷേ റീവാലുവേഷൻ, സ്ക്രൂട്ടനി, പേപ്പർ ഇതിനൊക്കെ പൈസ മുമ്പ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു പ്രശ്നം കൂടി ഇതിലുണ്ട്. പൈസ വാങ്ങിക്കുകയും ചെയ്യും. ചിലപ്പോൾ ജനറൽ മോഡറേഷൻ വഴി നിങ്ങൾ ജയിക്കാനും സാധ്യതയുണ്ട്. ഏറ്റവും അവസാനമാണ് പറയുന്നതെങ്കിലും ആവശ്യമായ നിർണായകമായൊരു കാര്യമാണ് നമ്മുടെ മാനസികാവസ്ഥ. ഡിപ്രഷനിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, മൂഡ് സ്വിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. ദിസ് ഈസ് ജസ്റ്റ് എ മാറ്റർ ഓഫ് ടൈം. തോറ്റിട്ടുണ്ടെങ്കിൽ, നേരത്തെ കൊടുത്ത കാര്യങ്ങളൊന്നും വിജയിച്ചിട്ടില്ലെങ്കിൽ വിഷമിക്കരുത്, മുന്നോട്ട് പോവുക. അടുത്ത വട്ടം എഴുതി ജയിക്കാൻ ശ്രമിക്കുക. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.